സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മൗനം വെടിഞ്ഞ് താരസംഘടന അമ്മ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സ്വാഗതാർഹമെന്ന് ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പ്രതികരിച്ചു. അമ്മ ഒളിച്ചോടിയിട്ടില്ലെന്നും ഹേമ കമ്മിറ്റിക്കൊപ്പമെന്നും സിദ്ദിഖ് വാർത്താസമ്മേളനത്തിൽ പ്രതികരിച്ചു. തെറ്റ് ചെയ്തവർക്കെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷിക്കട്ടെ എന്നും സിദ്ദിഖ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയിടത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അമ്മ സംഘടനയിൽ പവർ ഗ്രൂപ്പ് ഉള്ളതായി അറിയില്ല എന്ന സിദ്ദിഖ്. ആരഭിനയിക്കണമെന്ന് ഒരു ഗ്രൂപ്പ് ഇരുന്ന് തീരുമാനിച്ചാൽ സംഘടന എങ്ങനെ മുന്നോട്ട് പോകും? പവർ ഗ്രൂപ്പിന് സിനിമയെ നിയന്ത്രിക്കാൻ കഴിയില്ലെന്നും പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് പറഞ്ഞവർ തന്നെ അത് വെളിപ്പെടുത്തണമെന്നും സിദ്ദിഖ് പറഞ്ഞു. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിന്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവരെ എനിക്ക് അനുകൂലമായിട്ടൊരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അത് എനിക്ക് തോന്നുന്ന ഒരു 10 വർഷത്തിന് മുമ്പാണ് തോന്നുന്നു, എല്ലാ സംഘടനയിൽ നിന്നും 2 അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലുള്ള പല ആളുകൾ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പൊ എല്ലാ സംഘടനയിലും പെട്ട 2 പേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കും എന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചിരുന്നു. അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്നിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. പക്ഷെ പിന്നീട് ആ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല, അതിപ്പോ ഇല്ല, നിലവിലില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. സിനിമാ മേഖലയിലെ കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ച് പരാതി ലഭിച്ചാൽ നടപടിയെടുക്കുമെന്നും അമ്മ ജനറൽ സെക്രട്ടറി, പലരും പരാതി പറയാൻ മടിക്കുന്നുണ്ടെന്നും പുറകെ പോയി അന്വേഷിച്ച് പുറത്തു കൊണ്ടുവരുന്നത് പ്രായോഗികമല്ല എന്നും സിദ്ദിഖ് പറഞ്ഞു. കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടാവും ഇല്ലെന്നൊരു വ്യക്തമായി പറയാൻ കഴിയാത്തത് ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തുനിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിന് നടപടി എടുത്തിരിക്കാൻ അതിനൊരു ബുദ്ധിമുട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ അടിയന്തര എക്സിക്യൂട്ടീവ് ഉടൻ ചേരും. യോഗത്തിൽ നിയമപരമായ തുടർ നടപടികൾ ആലോചിക്കും. പല വനിതാ മെമ്പർമാരെയും ഹേമ കമ്മിറ്റി വിളിച്ചിട്ടില്ല എന്നും പല പരാതികളും കേട്ടിട്ടില്ല എന്നും സിദ്ദിഖ് പറഞ്ഞു. സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ട് അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്, കോടതിയിൽ മൂവ് ചെയ്യണം. നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം. തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷം അതിനൊരു തീരുമാനം എടുക്കുന്നത്. റിപ്പോർട്ടിന്റെ പേരിൽ മേഖലയെ മുഴുവൻ അടച്ചാക്ഷേപിക്കരുതെന്ന് സിദ്ദിഖ്. എല്ലാവരും മോശക്കാരാണെന്ന തരത്തിൽ പ്രതിപാദിക്കുന്നതിൽ വിഷമമുണ്ടെന്നും സംഘടനയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള മാധ്യമ ശ്രമങ്ങളിൽ വേദനയുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു. ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ സംഘടനയിൽ മുഴുവൻ ഈ ഇൻഡസ്ട്രിയിൽ, മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത്. എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറെ ആളുകളെ അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രവണത നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിയിക്കുന്നത്. പ്രതിഫലം കിട്ടാത്ത പല പ്രശ്നങ്ങളിലും അമ്മ ഇടപെട്ടിട്ടുണ്ടെന്നും സിദ്ദിഖ്. ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി വെക്കേണ്ടത് തൊഴിലുടമയാണെന്നും അമ്മയ്ക്കുള്ളിൽ ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി ഇല്ല എന്നും സിദ്ദിഖ് പറഞ്ഞു. ഈ സിനിമാ മേഖലയിൽ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ വരിക.
അങ്ങനെയുള്ള കംപ്ലൈന്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട്. ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ്. ഒരു തൊഴിലുടമയാണ്, അതായത് പ്രൊഡ്യൂസറാണ് ഒരു ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിയെ വെക്കേണ്ടത്. അതിന് അമ്മയ്ക്ക് അതിനകത്തൊരു ഒരു നിർദ്ദേശം വെക്കാനോ അതല്ലാതെ അത് ബലം പ്രയോഗിക്കാനോ അതിൽ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റൂ എന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല. അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ്. അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന കംപ്ലൈന്റുകൾ ആ തൊഴിലുടമ പല ഷൂട്ടിംഗ് സെറ്റിലും ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മയിൽ ഭിന്നാഭിപ്രായം, ഒറ്റപ്പെട്ട സംഭവങ്ങളാണ് റിപ്പോർട്ടിൽ പറയുന്നതെന്ന ജനറൽ സെക്രട്ടറി സിദ്ദിഖിന്റെ വാദം തിരുത്തി വൈസ് പ്രസിഡന്റ് ജഗദീഷ് രംഗത്ത് വന്നു. ഒറ്റപ്പെട്ട സംഭവങ്ങളെന്ന് പറഞ്ഞ് ഒഴിഞ്ഞുമാറാനാവില്ല എന്നും അമ്മയുടെ പ്രതികരണം വൈകിയതിൽ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നുവെന്നും ജഗദീഷ് പറഞ്ഞു. WCC ആവശ്യപ്പെടുന്നവരെ കോൺക്ലേവിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാർ തീരുമാനിക്കുകയാണെങ്കിൽ അമ്മയത് അംഗീകരിക്കുമെന്നും ജഗദീഷ് പ്രതികരിച്ചു.